ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദി സ്റ്റോറി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തെലുങ്കിലെ സൂപ്പർ ഹിറ്റായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിനെ പറ്റിയാണ്. സിനിമയുടെ പേര് 100 എന്നാണ്. സോ നമുക്ക് സിനിമയുടെ കഥയിലേക്ക് കിടക്കാം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമ കാണിക്കുന്നത് രണ്ട് പ്രണയിനികളെ കാണിച്ചാണ്. അതിൽ ആൺകുട്ടി ആ പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് നിൻ്റെ പ്രശ്നം? നിൻ്റെ ഫോണിൽ അങ്ങനെ ഒരു മെസ്സേജ് വരാൻ കാരണം എന്താണ്? നീ എന്തായാലും എൻ്റെ അടുത്ത് തുറന്നു പറയും എന്നൊക്കെ ആ പയ്യൻ പറയുന്നുണ്ട്. ബട്ട് ആ പെൺകുട്ടി അത് പറയാൻ വിസമ്മതിക്കുകയാണ്. അവൻ ഒത്തിരി പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. പിന്നീട് ആ കുട്ടി വീട്ടിൽ പോയി കഴിയുമ്പം ഈ പയ്യൻ വീഡിയോ കോൾ വിളിച്ചും ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾ ആ വീഡിയോ കോളിലൂടെ ആത്മഹത്യ ചെയ്താണ് അതിന് മറുപടി കാണിക്കുന്നത്. അവൻ ഒത്തിരി പറയുന്നുണ്ട്, നീ ഇത് ചെയ്യലേ, ഇനി ഞാൻ ചോദിക്കില്ല എന്ന്. ബട്ട് അവൾ ആത്മഹത്യ ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ ഹീറോയെയാണ് കാണിക്കുന്നത്. ഹീറോ IPS ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ട്രെയിനിങ് ടൈമിൽ തന്നെ വളരെ ആത്മാർത്ഥതയും സത്യസന്ധവുമായ സർവീസ് ആയതുകൊണ്ട് തന്നെ അവിടുന്ന് തന്നെ ഏറ്റവും നല്ല ട്രെയിനിക്കുള്ള അവാർഡും കിട്ടുന്നുണ്ട്. അടുത്ത രംഗം ഹീറോയും ട്രാഫിക് സിഗ്നൽ കാണുന്നതാണ്. ഹീറോ ട്രാഫിക് നിയമം പാലിക്കാതെ പോയെന്ന് കരുതി ഹീറോയിനോട് തെറ്റ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നു. പിന്നീട് അവൻ തിരിച്ചറിയുന്നു അത് അവളുടെ തെറ്റല്ല, ട്രാഫിക് സിഗ്നലിൻ്റെ പ്രശ്നമാണെന്ന്. അപ്പോൾ തന്നെ അവൻ അവളോട് സോറി പറയും. അടുത്തതായി ഒരു IPS ട്രെയിനിയായി നമ്മുടെ ഹീറോ ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ കീഴിൽ ജോയിൻ ചെയ്യുകയാണ്. എനിക്ക് മനസ്സിലാവുന്നതിൽ എന്തിനാണ് ഒരു IPS ഓഫീസർ ഒരു CAയുടെ കീഴിൽ ജോലിക്കിറങ്ങിയെന്ന്. എന്നാലും നമുക്ക് കഥ കേൾക്കാം. ആ സമയത്ത് ഒരു കൊലപാതകവും കവർച്ചയും നടക്കുന്നു. ഹീറോയും CAയും അതിൻ്റെ അന്വേഷണം നടത്താൻ സ്ഥലത്തെത്തുന്നു. അവിടെ CA വളരെ അലക്ഷ്യമായാണ് പെരുമാറുന്നത്. തെളിവൊന്നും ശേഖരിക്കുന്നില്ല. പക്ഷേ ഹീറോ വളരെ ശ്രദ്ധാപൂർവം എല്ലാം നിരീക്ഷിച്ച് കിട്ടുന്ന ഓരോ തെളിവും ശേഖരിക്കുന്നു. ട്രെയിനിങ്ങിൻ്റെ അടുത്ത ഘട്ടം ഉന്നത വ്യക്തികൾക്കും VIP-കൾക്കും സുരക്ഷ എങ്ങനെ നൽകാം എന്നതാണ്. അതിനായി നമ്മുടെ ഹീറോ ഒരു വലിയ ചടങ്ങിലേക്ക് എത്തുകയാണ്. അവിടെ സുരക്ഷാ ചുമതലകൾ നിറവേറ്റുന്നതിനിടെയാണ് ഹീറോ ആ സ്റ്റേജിലേക്ക് ശ്രദ്ധിക്കുന്നത്. അന്നവിടെ ശാസ്ത്രീയ നൃത്തം അവതരിപ്പിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ്. ഹീറോയിനെ കാണുമ്പോൾ തന്നെ ഹീറോയുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരിയൊക്കെ വരുന്നു. അവൻ തൻ്റെ ക്യാമറയിൽ അവളുടെ നൃത്തം റെക്കോർഡ് ചെയ്യുന്നു. അതിനിടയിലാണ് അവളുടെ ഒരു മാല താഴെ വീഴുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. ഡാൻസ് കഴിഞ്ഞതിന് ശേഷം സ്റ്റേജിൽ കയറി മാലയെടുത്ത് ഡ്രസ്സിംഗ് റൂമിൽ പോയി ഹീറോയിന് കൊണ്ടു കൊടുക്കുന്ന ആ ഹീറോയുടെ മനസ്സ് നമ്മൾ ആരും കാണാതെ പോകരുത്. ഒരു ദിവസം അർദ്ധരാത്രിയിൽ ഹീറോ അമ്മയുടെ മുറിയിൽ ചെല്ലുമ്പോൾ അമ്മ അവിടെ ഒരു രോഗിക്ക് കൗൺസിലിംഗ് ചെയ്യുകയായിരുന്നു. അത് നമ്മുടെ ആദ്യം കാണിച്ച ആ ബോയ് ഫ്രണ്ടാണ്. അയാൾക്ക് തൻ്റെ പ്രണയിനിയെ നഷ്ടപ്പെട്ടപ്പോൾ ഡിപ്രഷനിലായതാണ്. ഫോൺ കോളിന് ശേഷം അമ്മ ഹീറോയോട് ആ രോഗിയെക്കുറിച്ച് പറയുമ്പോഴാണ് ഹീറോ അറിയുന്നത് അയാൾ ഒരു എത്തിക്കൽ ഹാക്കറാണെന്ന്. അമീറിനെ പിന്നീട് നമ്മുടെ ഹീറോ അവൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഒരു എത്തിക്കൽ ഹാക്കറായിട്ട് പോസ്റ്റ് ചെയ്യുന്നു. ക്രിമിനൽ ലിസ്റ്റിൽ പുറത്തുള്ള എല്ലാവരുടെയും ഫോണും ലാപ്ടോപ്പും ഹാക്ക് ചെയ്യുക എന്നുള്ളതാണ് അവൻ്റെ ജോലി. അവൾ തൻ്റെ ഫിയാൻസിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അവനെ കഫേയിലേക്ക് വിളിച്ചത്. അപ്പോഴാണ് ഹീറോയ്ക്ക് വിവരം കിട്ടുന്നത് വീണ്ടും ഒരു മർഡർ ആൻഡ് റോബറി നടന്നിരിക്കുന്നത്. എല്ലാവരും ഈ കൊലപാതകം സ്ഥലം MLA ആണ് ചെയ്തത് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാകും MLA അല്ല അത് ചെയ്തതെന്ന്. കാരണം അദ്ദേഹവും ക്രിമിനൽ ലിസ്റ്റിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ അയാളെ ഫുള്ളായിട്ട് നമ്മൾ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഏത് സമയത്ത് എവിടെ ആണെന്നുള്ളത് ഹീറോയ്ക്ക് നല്ല കൃത്യമായിട്ട് അറിയാമായിരുന്നു. കൊലപാതകത്തിൻ്റെ ഒരു പാറ്റേൺ നോക്കുമ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ കമ്പിയില്ലേ, അതിൻ്റെ അറ്റത്ത് വിഷം പുരട്ടിയിട്ട് അത് എയ്താണ് എല്ലാ ആളുകളും മരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല എല്ലാ വീട്ടിൽ നിന്നും സ്വർണം മാത്രമേ കളവ് പോയിട്ടുള്ളൂ, കാശ് അവർ എടുത്തിട്ടുമില്ല. പിന്നെ അമാവാസി നാളിൽ മാത്രമാണ് കൊലപാതകങ്ങൾ നടക്കുന്നത്. ഇതിൽ നിന്ന് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാകും ഒരു പ്രത്യേക ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന്. സോ ഇവർ റീസെൻ്റായിട്ട് എവിടെയൊക്കെ ബൾക്കായിട്ട് സ്വർണം വിൽക്കപ്പെട്ടിട്ടുണ്ട് എന്നതിനെപ്പറ്റി അന്വേഷിക്കുകയും പിന്നീട് അങ്ങനെ ഒരു സ്വർണ്ണപ്പണിക്കാരനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അയാളുടെ പക്കൽ ഈ കളവ് പോയ എല്ലാ സ്വർണവും ഉണ്ടായിരുന്നു. ഈ സ്വർണ്ണപ്പണിക്കാരൻ ഈ കൊലപാതകികളെ നേരിട്ട് കണ്ടിട്ടില്ല. കാരണം ഓരോ സമയത്തും ഓരോ ആളുകളും മാസ്ക് ധരിച്ചായിരുന്നു ഇയാൾക്ക് സ്വർണം നൽകിയിരുന്നത്. അവർ ഇത് വിൽക്കാൻ വേണ്ടിയല്ല ഇയാളെ ഏൽപ്പിച്ചിരുന്നത്. അവർക്ക് ആവശ്യമുള്ള സ്വർണ്ണമാകുമ്പോൾ തിരികെ എല്ലാം എടുത്തുകൊണ്ട് പൊക്കോളാം, അതിന് ഉപകാരമായി അയാൾക്ക് വേണ്ടി 2 ജ്വല്ലറി മോഷണം ചെയ്ത് കൊടുക്കാമെന്നുമായിരുന്നു വാഗ്ദാനം. സ്വർണ്ണമെല്ലാം അതിൻ്റെ ഓണേഴ്സിന് തിരിച്ചു കൊടുക്കുന്ന സമയത്താണ് ഒരു സെറ്റ് ഗോൾഡ് മാത്രം ആരുടേതാണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു കൊലപാതകം നടന്നതായിട്ട് ഇവർക്ക് റിപ്പോർട്ടും കിട്ടിയിട്ടില്ല. ഹീറോ ആ സ്വർണ്ണമെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ അത് ഹീറോയിൻ്റെ സ്വർണ്ണമാണെന്ന് മനസ്സിലാകുന്നു. കാരണം അന്ന് ഡാൻസ് കളിയുടെ അടുത്ത് നടക്കുന്ന സമയത്ത് ഹീറോയിൻ്റെ ഒരു മാല താഴെ വീണിരുന്നില്ലേ, സെയിം മാലയാണ് ആ സെറ്റിൽ ഹീറോ കണ്ടത്. ഹീറോയിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് അവിടേക്ക് ചെല്ലുകയാണ് ഹീറോ. അവിടെ ചെല്ലുമ്പം ഹീറോയിൻ്റെ ഫാദറാണ് ഡോറ് തുറക്കുന്നത്. പക്ഷേ ഹീറോയിൻ്റെ അച്ഛനും ഈ ഗോൾഡ് അവരുടേതാണെന്ന് സമ്മതിക്കുന്നില്ല. ചെറിയൊരു സംശയത്തോടു കൂടിയാണെങ്കിലും ഹീറോ അവിടെ നിന്ന് പോകുന്നു.
അന്ന് രാത്രി ഹീറോയിൻ്റെ അച്ഛൻ ഹീറോയെ കാണാൻ വേണ്ടി വരികയാണ്. ആ ഗോൾഡ് തങ്ങളുടെയാണെന്നും അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുമാണ് അദ്ദേഹം വരുന്നത്. പിന്നീട് സിനിമ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഹീറോയിൻ്റെ ലൈഫാണ് കാണിക്കുന്നത്. ഹീറോയിൻ, അച്ഛൻ, അമ്മ വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ലൈഫാണ്. അമ്മ ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്, അച്ഛൻ എഞ്ചിനീയറാണ്. കൂടാതെ നമ്മുടെ ഹീറോയിനും ഒരു എഞ്ചിനീയറാണ്. അവളൊരു IT മേഖലയിൽ വർക്ക് ഫ്രം ഹോമായി വർക്ക് ചെയ്യുന്നു. അവളുടെ അച്ഛനും അമ്മയും വളരെ ഹാപ്പിയും വളരെ ലവിങ്ങുമായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. സോ അവൾക്ക് കല്യാണ ആലോചനകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അച്ഛനെ പോലെ ഒരാൾ വരട്ടെ, എന്നിട്ട് മതി കല്യാണം എന്നായിരുന്നു അവളുടെ തീരുമാനം. അങ്ങനെ ഇരിക്കെയാണ് അന്ന് രാത്രിയിൽ ആ കള്ളന്മാർ അവരുടെ വീട്ടിലേക്ക് വരുന്നതും അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതും. ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ സ്പീക്കർ ചെവിയിൽ വെച്ച് ഏതോ ഒരു മീറ്റിങ്ങിൽ സംസാരിക്കുകയായിരുന്നു. സോ താഴെ നടക്കുന്ന കാര്യങ്ങളൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. ആ സമയത്ത് അവർ അവിടെ വന്ന് അവളുടെ അമ്മയെ അറ്റാക്ക് ചെയ്യുകയും അച്ഛനെ കെട്ടിയിടുകയും അമ്മയെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ സമയത്താണ് ഹീറോയിൻ താഴേക്ക് വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുമ്പോൾ ഇതെല്ലാം കാണുന്നതും. ആ സമയത്ത് പക്ഷേ അവരെല്ലാം ഈ ഹീറോയിനെ റേപ്പ് ചെയ്യുന്നു. പിന്നീട് അവർ സ്വർണവുമായി മുങ്ങുകയാണ്. റേപ്പ് ചെയ്തപ്പെട്ടുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത പുറം ലോകം അറിയാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. അവരെല്ലാവരും അവരുടെ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വീട്ടിൽ തന്നെ ഇരിപ്പായി. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു സമ്മർദ്ദം വിഷമവും സഹിക്കാൻ വയ്യാതെ ഹീറോയിൻ്റെ അമ്മ സൂയിസൈഡ് ചെയ്യുന്നു. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഹീറോ ശരിക്കും തകർന്നു പോകുന്നു. അവൻ വിചാരിച്ചതിലും കൂടുതലായിരുന്നു അവിടെ നടന്നത്. അതുമാത്രമല്ല, അവൻ്റെ ഉള്ളിൽ ആ പെൺകുട്ടിയോട് ഒരു ചെറിയ ഇഷ്ടവും ഉണ്ടായിരുന്നു. അടുത്ത ദിവസം ഹീറോയും അവൻ്റെ അമ്മയും ഹീറോയിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഒഫീഷ്യലായിട്ടല്ല, അവളുടെ അടുത്ത് അമ്മയോട് സംസാരിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം അവരൊരു സൈക്കോളജിസ്റ്റാണ്. അവർ ആ ഹീറോയിന് ആവശ്യമായ കൗൺസിലിങ്ങും മെൻ്റൽ സപ്പോർട്ടും എല്ലാം കൊടുക്കുന്നു. ഈ ഒരു ഇൻസിഡൻറ്റോടുകൂടി ഹീറോയുടെ അമ്മയും ആ ഫാമിലിയോട് കുറച്ച് ക്ലോസ് ആവുന്നുണ്ട്. ശേഷം ഹീറോ സ്റ്റേഷനിൽ വന്നതിന് ശേഷം അവരുടെ വീടിൻ്റെ അടുത്തുള്ള എല്ലാ CCTV ക്യാമറകളും ചെക്ക് ചെയ്യാൻ നമ്മുടെ സമീറിൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവരൊരു ഓംനി വാൻ കാണുകയാണ്. ആ വാൻ കുറേ നേരം നിരീക്ഷിക്കുമ്പോൾ അത് ആ കള്ളന്മാരുടേതാണെന്ന് മനസ്സിലാകുന്നു. പക്ഷേ ആ നമ്പർ പ്ലേറ്റ് അവർ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെയൊരു നമ്പർ പ്ലേറ്റ് ഇല്ല, അതൊരു ഫേക്ക് പ്ലേറ്റ് ആയിരുന്നു. പിന്നീട് ഹീറോ ആ വണ്ടിയിൽ ഒരു ഫാസ്ടാഗിൻ്റെ സിമ്പിൾ കാണുന്നുണ്ട്. സോ ആ നമ്പർ വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ആളുടെ പേര് കിട്ടുന്നു. എല്ലാ ടോളുകളിലും ഈ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നു. കാരണം ഈ വണ്ടി ഫേക്ക് നമ്പർ പ്ലേറ്റിലാണ് ഓടുന്നതെങ്കിലും ഫാസ്ടാഗ് ചെക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. സോ എല്ലാ ടോളുകളിലും ഈ വിവരം ചെല്ലുകയും അങ്ങനെ കൃത്യമായിട്ടൊരു ടോളിൽ ഈ വണ്ടി വരികയും ചെയ്യുന്നു. അവിടെ ഏൽപ്പിച്ചിരിക്കുന്ന പോലീസുകാരൻ ആക്ച്വലി ഒരു GPS ട്രാക്കർ ഈ വണ്ടിയിലേക്ക് ഘടിപ്പിക്കുകയാണ്. അങ്ങനെ ഹീറോയിൻ ടീമും ഈ GPS ട്രാക്കർ ഉപയോഗിച്ച് അവരെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കുന്നു. കുറ്റവാളികളെ കിട്ടിക്കഴിയുമ്പോൾ ഹീറോ തൻ്റെ മനസ്സിലുള്ള ദേഷ്യം എല്ലാം അവരുടെ മേൽ നല്ലപോലെ തീർക്കുന്നുണ്ട്. അവരെ നല്ലപോലെ അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. കാരണം അവരെയെല്ലാം ഹീറോ നല്ലപോലെ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ അവരെയെല്ലാം ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. സോ ഹീറോ അവിടെ വന്നിട്ട് അവരുടെ അടുത്ത് അന്വേഷിക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ ഇത്ര ക്രൂരമായി മോഷണം നടത്തിയത്? ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു, ഒത്തിരി ആളുകൾ മരിച്ചു. അപ്പോഴാണ് അവൻ ആ സത്യം അറിയുന്നത്, അവരല്ല ആ ഹീറോയിനെ പീഡിപ്പിച്ചത് എന്ന്. ഹീറോയ്ക്ക് ആദ്യം ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഗോത്രവർഗത്തിൻ്റെ ഒരു ആചാരപ്രകാരം അമാവാസി ദിനത്തിൽ സ്വർണം മോഷ്ടിച്ച് ആ സ്വർണം കൊണ്ട് അമ്പലം പണിഞ്ഞ് അവിടെ പ്രതിഷ്ഠ ചെയ്താൽ അവരുടെ ഗോത്രം രക്ഷപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവരിതെല്ലാം ചെയ്തത്. അതല്ലാതെ അവർ ആരെയും റേപ്പ് ചെയ്തിട്ടില്ല എന്നവർ പറയുന്നു. പക്ഷേ കൊലപാതകങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ദേവത അവരോട് ക്ഷമിക്കും. പക്ഷെ ഒരു പെൺകുട്ടിയോടും അവർ മോശമായി പെരുമാറിയിട്ടില്ല എന്ന് അയാളോട് പറയുകയാണ്. അടുത്ത ദിവസം ഹീറോയിൻ്റെ വീട്ടിൽ നടന്ന ക്രൈം ന്യൂസിലൂടെ നമ്മുടെ ഹീറോ കാണുകയാണ്. അവൻ വളരെ ഷോക്കായി പോന്നു. കാരണം പുറത്തു വിടാത്തൊരു ന്യൂസ് ആയിരുന്നല്ലോ അത്. മാധ്യമങ്ങൾ ഒരു മനുഷ്യത്വവുമില്ലാതെ അവളുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറാനായി ശ്രമിക്കുന്നു. ഈ വാർത്ത എങ്ങനെ ലീക്കായെന്നറിയാൻ ഹീറോ തൻ്റെ ഓഫീസിലേക്ക് വിളിക്കുമ്പോഴാണ് അറിയുന്നത് ഈ ക്രൈം ചെയ്തു എന്ന് പറഞ്ഞ് കുറച്ച് മൈനർ കുട്ടികൾ ഓഫീസിൽ വന്ന് സറണ്ടർ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ തന്നെ ഹീറോ സ്റ്റേഷനിലേക്ക് എത്തുന്നു. ആ കുട്ടികളെ കാണുമ്പോൾ തന്നെ ഇതൊരു ട്രാപ്പാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. തന്നെ മനഃപൂർവ്വം ആരോ റേപ്പ് ചെയ്തതാണെന്നറിഞ്ഞ് നമ്മുടെ ഹീറോയിനും ഒത്തിരി വിഷമിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയുടെ അമ്മയാണ് അപ്പോൾ അവരെ അവിടെ ആശ്വസിപ്പിക്കാൻ എത്തുന്നത്. പിന്നെ നമ്മളെ ആ മൈനറിനെ എൻകൗണ്ടർ ചെയ്തു എന്നുള്ള രീതിയിലുള്ള ന്യൂസുകളൊക്കെയാണ് കാണിക്കുന്നത്. എൻകൗണ്ടർ ചെയ്തത് മൈനറിനെ ആയതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വക ഒരു ഇൻവെസ്റ്റിഗേഷൻ ഹീറോയ്ക്കെതിരെ വരുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയുടെ കൂട്ടുകാരെ വിളിച്ചിട്ട് തൻ്റെ കമ്പനി ഓണർക്ക് ഈ ബിസിനസ് മാത്രമല്ല മറ്റു പല ബിസിനസ്സുകളുമുണ്ട് എന്ന് പറയുന്നു.
ഹീറോ സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് തിരിച്ചു വിളിക്കാമെന്ന് പറയുന്നു. പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുന്നിൽ ഹാജരാകുന്നു. സോ അവർ ഹീറോയെ നല്ലപോലെ വഴക്ക് പറയുന്നുണ്ട്, കാരണം കൊല്ലപ്പെട്ടത് മൈനറാണ്. പക്ഷേ ഹീറോ പറയുന്നുണ്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല, സത്യാവസ്ഥ എന്താണെന്ന് ഹീറോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിയോടുള്ള താല്പര്യം മൂലമാണ് ഹീറോ ഇങ്ങനെ ചെയ്തത് എന്ന് ആ ടീം ഹീറോയോട് പറയുകയാണ്. ഹീറോ സത്യം പറയുന്നു. ഹീറോയ്ക്ക് ആ മൈനർ കുട്ടികളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു അവർ ഇന്നസെൻ്റ് ആണെന്ന്. അതുകൊണ്ട് തന്നെ അവർ സ്റ്റേഷനിൽ നിന്ന് മതിൽ ചാടി പോയി എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടാക്കിയിട്ട് അവരെ വേറൊരു വീട്ടിൽ കൊണ്ട് സംരക്ഷിക്കുകയാണ് നമ്മുടെ ഹീറോ. അതിനുശേഷം അവൻ്റെ അമ്മയോട് സംസാരിക്കുമ്പോൾ ആ അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഈ കുട്ടികൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. ശരിക്കുള്ള കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഹീറോ ആ കുട്ടികളുടെ അടുത്ത് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പേടിച്ചിട്ട് ആ കുട്ടികൾ പറയുന്നു, അക്ബർ ഷാ എന്ന് പറയുന്ന ഒരാളാണ് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനൊരു കാര്യം ചെയ്യാനായിട്ട് വന്നത്. അപ്പോൾ ഈ കുട്ടികൾ ഒരു മാർക്കറ്റിൽ പച്ചക്കറിയൊക്കെ വിൽക്കുന്ന കുട്ടികളാണ്. സോ അവിടുത്തെ ഒരു ഗുണ്ടയാണ് ഈ അക്ബർ ഷാ എന്ന് പറയുന്നത്. അയാൾ വന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് ഞാൻ നല്ലപോലെ പൈസ തരാം, ഈ കടകളെല്ലാം നിങ്ങളുടെ പേരിൽ എഴുതി തരാം, 2 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും റിലീസാവും, കാരണം നിങ്ങൾ മൈനേഴ്സാണ്. സോ ഈ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾ സറണ്ടർ ആവണം എന്ന് പറഞ്ഞ അക്ബർ ഷായാണ് ഇങ്ങനൊരു ക്രൈം ചെയ്യാൻ ഈ കുട്ടികളെ പ്രേരിപ്പിച്ചത്. പിന്നീട് ഹീറോ തൻ്റെ ടീമിനെ ഉപയോഗിച്ച് ആ മാർക്കറ്റിലേക്ക് വിട്ട് അക്ബർ ഷാ എന്ന ആളെപ്പറ്റി അന്വേഷിക്കുകയും അവൻ്റെ വീട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഹീറോ അക്ബർ ഷായെ കണ്ടുപിടിക്കുന്നു, അവനിട്ട് കുറേ കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് ഹീറോ ഒരു ന്യൂസ് അറിയുന്നത്, താൻ പിടിച്ചുകൊണ്ടുവന്ന് പാർപ്പിച്ചിരുന്ന മൈനേഴ്സ് എല്ലാം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കാര്യം. സോ ഹീറോ എത്രയും പെട്ടെന്ന് അവിടേക്ക് ചെല്ലുകയാണ്. അതുമാത്രമല്ല, അവൻ തിരിച്ചു വരുമ്പോൾ അക്ബർ ഷായും മരണപ്പെട്ടിരിക്കുന്നു. സോ തൻ്റെ ട്രാക്ക് എല്ലാം ആരോ മനഃപൂർവ്വം ക്ലോസ് ആക്കിയിരിക്കുന്നു, എല്ലാം ഒരു ഡെഡ് എൻഡിലേക്ക് ചെന്ന് അവസാനിച്ചിരിക്കുകയാണ്. സോ അങ്ങനെയാണ് ആ മൈനേഴ്സ് മരണപ്പെട്ടത്, അല്ലാതെ നമ്മുടെ ഹീറോ ഒന്നും ചെയ്തതല്ല. പക്ഷേ ഇത് കേട്ടിട്ട് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഒട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്നു, ഞങ്ങൾ പറയുന്നവരെ നിങ്ങൾ ഞങ്ങളുടെ അണ്ടർ ഇൻവെസ്റ്റിഗേഷനിലാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനോട് സഹകരിക്കണം എന്ന് ഹീറോയോട് പറയുകയാണ്. താൻ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നേക്കാൾ മുൻപേ ആരോ അറിഞ്ഞു ചെയ്യുന്നു എന്ന് ഹീറോ ആ ടീമിൻ്റെ അടുത്ത് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, നീ ചെയ്യുന്ന കാര്യങ്ങൾ നിന്നേക്കാൾ മുമ്പേ അറിയണമെങ്കിൽ അതെല്ലാം നിൻ്റെ അപരനായിരിക്കുമെന്ന്. ആ ഒരു ലൈൻ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ തൻ്റെ ഫോൺ എടുത്ത് അവൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവന് മനസ്സിലായിട്ടുണ്ട് തൻ്റെ ഫോൺ ആരെ ഹാക്ക് ചെയ്യുന്നുണ്ട്, താൻ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും തന്നേക്കാൾ മുന്നേ വേറൊരാൾ അറിയുന്നുള്ള കാര്യം നമ്മുടെ ഹീറോയ്ക്ക് സംശയം തോന്നുന്നു. ഹീറോ അതുപോലെ നമ്മുടെ സക്കീറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ 2 പേരുടെയും ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന്. സക്കീർ അത് ചെക്ക് ചെയ്തിട്ട് പറയുന്നു, യെസ്, നിങ്ങളുടെ 2 പേരുടെയും ഫോൺ ഹാക്കായിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളുടെ ക്യാമറ ആക്സസും അവരുടെ കയ്യിലുണ്ട്. സോ എല്ലാ കാര്യങ്ങളും കാണാനും കേൾക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട്. സക്കീർ അത് മാറ്റാം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഹീറോ പറയുന്നു, വേണ്ട, നമ്മൾ ഇപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞത് അയാൾ അറിയണ്ട. നമ്മളിപ്പോൾ ഈ ബ്ലോക്കും ഹാക്കിങ്ങും എല്ലാം മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് വീണ്ടും സംശയം വരും, അവൻ അവിടുത്തെ പണി തുടങ്ങും. സോ അത് വേണ്ട, നമുക്ക് എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോകട്ടെ, നമുക്ക് വേറൊരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യാമെന്ന് പറയാം. പിന്നീട് ഹീറോ നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിൽ വരുന്നു. അവളെ കുറേ ചീറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നീ ഇങ്ങനെ ഇരിക്കല്ലേ, നീ നിൻ്റെ അമ്മയുടെ ഡാൻസ് സ്കൂൾ ഏറ്റെടുക്കണം, അതായിരിക്കും നിൻ്റെ അമ്മയുടെ ആത്മാവ് ആഗ്രഹിക്കുന്നത്, നീ കുറച്ചുകൂടി ചീറപ്പാകണം എന്നൊക്കെ പറഞ്ഞ് അവളെ ഉപദേശിക്കുന്നുണ്ട്. ഈ സമയം അക്ബർ ഷായുടെ ഫോൺ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു സൂര്യമൂർത്തി എന്ന് പറയുന്ന ആളുമായി കുറേ തവണ കോണ്ടാക്ട്സിൽ വന്ന കാര്യം നമ്മുടെ ഹീറോ ശ്രദ്ധിക്കുകയാണ്. സോ അയാൾ ആരാണ് എന്നറിയാൻ വേണ്ടി ഹീറോ ചെക്ക് ചെയ്യുമ്പം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മെമ്പറിൽ ഒരാളാണെന്ന് മനസ്സിലാകുന്നു. ആ മെമ്പേഴ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നോക്കുന്ന ഹീറോയ്ക്ക് ഒരു കാര്യം പിടികിട്ടുന്നുണ്ട്. അതെന്താണ് നമ്മളോട് ഇപ്പം പറയുന്നില്ല. ആ സമയത്ത് ഹീറോ തൻ്റെ കൂട്ടുകാരിയെ വിളിച്ച്, നീ അത് പറഞ്ഞില്ലേ നിൻ്റെ കമ്പനി ഓണർക്ക് വേറെയും ബിസിനസ് ഉണ്ടെന്ന്. ആ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ ബെസ്റ്റ് ഫ്രണ്ട് പറയുന്നത്, അന്നൊരു ലവർ കുട്ടി ആത്മഹത്യ ചെയ്തിരുന്നില്ലേ, ആ കുട്ടിയുടെ വീട്ടിൽ പോയി ഇവൾ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തിയിരുന്നു. ആ സമയത്താണ് നമ്മുടെ ഹീറോയിൻ്റെ പേരിലുള്ള ഒരു സ്ലിപ്പ് അവിടുന്ന് കിട്ടുന്നത്. അതായത് ഹീറോയിൻ്റെ അഡ്രസ്സിലേക്ക് ആ ലവർ കുട്ടി ഒരു കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു. സോ അതെന്താണെന്ന് അന്വേഷിക്കണമെന്ന് ഹീറോയോട് പറയുകയാണ്. ഹീറോ നേരെ ഹീറോയിൻ്റെ അടുത്ത് വരുന്നു. നമുക്ക് ആദ്യം മരിച്ചുപോയ ആ പെൺകുട്ടിയെ സ്നേഹ എന്ന് വിളിക്കാം. അപ്പം ഈ സ്നേഹ നമ്മുടെ ഹീറോയിനെ അവളുടെ ബർത്ത്ഡേ പാർട്ടിയാണ്, നീ വരണം എന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് വിളിപ്പിക്കുകയാണ്. സോ അവിടെ ചെല്ലുമ്പോൾ ആക്ച്വലി ബർത്ത്ഡേ പാർട്ടി ഒന്നുമില്ല. ആ ഓഫീസിൻ്റെ ഇവളുടെ കമ്പനിയുടെ CEO നമ്മുടെ ഹീറോയിനെ കാണാനായിട്ട് നമ്മുടെ സ്നേഹയെ ഒരുക്കിയ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു അത്. സോ അവിടെ ചെല്ലുമ്പം ആ CEO ഹീറോയിൻ്റെ അടുത്ത്, നീ ഞങ്ങളുടെ ഓഫീസിലേക്ക് മാറണം, നിനക്ക് ഒത്തിരി ഓഫേഴ്സ് തരാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു. പക്ഷെ നമ്മുടെ ഹീറോയിൻ അതിന് താല്പര്യപ്പെടുന്നില്ല. ആ സമയത്ത് CEO തൻ്റെ
മകനെ വീഡിയോ കോൾ വിളിച്ചിട്ട് അവളുടെ കയ്യിൽ കൊടുക്കുന്നു. അയാളും ഒത്തിരി ഫോഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പെൺകുട്ടി സമ്മതിക്കുന്നില്ല. ഒത്തിരി ഇറിറ്റേറ്റഡ് ആയ നമ്മുടെ ഹീറോയിൻ അന്ന് അവിടുന്ന് പോകുന്നു. പക്ഷേ ആ സ്നേഹ ഇവളോട് പറയുന്നുണ്ട്, നീ ആ ഓഫർ സ്വീകരിച്ചില്ലല്ലോ, ഏതായാലും നന്നായി, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, ഞാനിതൊക്കെ അറിയാതെയാണ് നിന്നെ ഇവിടെ വിളിപ്പിച്ചത് എന്ന് പറയുന്നു. പക്ഷേ പിന്നീട് നമ്മുടെ ഹീറോയിൻ അറിയുന്നു ഇവളും കൂടെ അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ പരിപാടിയെല്ലാം എന്ന്. സോ അങ്ങനെ അവരുടെ ആ ഒരു റിലേഷൻ അവിടെ വെച്ച് ബ്രേക്കായിപ്പോയി. അപ്പം പിന്നീടാണ് ഇപ്പോൾ ഹീറോ പറയുമ്പോഴാണ് നമ്മുടെ ഹീറോയിൻ അറിയുന്നത് ആ കുട്ടി സൂയിസൈഡ് ചെയ്ത കാര്യം. പിന്നീട് ആ സ്ലിപ്പിനെ പറ്റി അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു കൊറിയർ അവൾക്ക് കിട്ടിയിട്ടില്ല എന്നവൾ പറയുന്നു. സോ ഇവർ പോസ്റ്റ് ഓഫീസിൽ പോയി ആ പഴയ പാഴ്സൽ എടുത്തിട്ട് വരുന്നു. സോ അതിനകത്തൊരു പെൻഡ്രൈവ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ആ പെൻഡ്രൈവിൽ സ്നേഹ പറയുകയാണ് എന്താണ് സംഭവിച്ചത്. കാരണം പിന്നീട് സ്നേഹ നമ്മുടെ ഹീറോയിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതും ഹീറോയിൻ ദേഷ്യം കാരണം ഫോൺ എടുത്തിരുന്നില്ല. സോ എന്താണ് പറയാനുള്ളതെന്ന് അവളൊരു പെൻഡ്രൈവിലാക്കി മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹീറോയിൻ അയച്ചിരിക്കുകയാണ്. അവിടെ വന്ന് ആ പെൻഡ്രൈവ് പ്ലേ ചെയ്യുമ്പോഴാണ് ഹീറോയിനും കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയുന്നത്. സ്നേഹ ഒരു ടെക്കി ആയിരുന്നു. സോ അവൾക്കും എങ്ങനെ തൻ്റെ ഓഫീസിൽ ഹയർ പൊസിഷനിലെത്താം എന്നുള്ളൊരു ചിന്തയോടുകൂടി ജീവിച്ചിരുന്ന ഒരു കുട്ടിയാണ്. ആ സമയത്താണ് നമ്മുടെ ആ സിഇഒയുടെ മകൻ പുതിയതായിട്ട് അവിടെ ചാർജ് എടുക്കുന്നത്. സോ അന്ന് തന്നെ നമ്മുടെ സ്നേഹയ്ക്ക് അവിടെ ഒരു അവാർഡും ഉണ്ടായിരുന്നു, ബെസ്റ്റ് എംപ്ലോയിയുടെ. സോ അവൾ ഭയങ്കര ത്രിൽഡാകും. ബെസ്റ്റ് എംപ്ലോയി അവാർഡ് കിട്ടുന്നു, കൂടുതൽ ഹൈ പൊസിഷനിലേക്ക് പോകണം, അങ്ങനെ കരിയർ ഗ്രോത്ത് മാത്രമായിരുന്നു അവളുടെ മനസ്സിലുള്ളത്. ആ ടൈമിലാണ് പുതിയതായിട്ട് വന്ന സിഇഒ ഈ നമ്മുടെ സ്നേഹയെ പുതിയ ഒരു ടാസ്ക് ഏൽപ്പിക്കുന്നത്. ഒരു പുതിയ പ്രോജക്റ്റ് വരുന്നുണ്ട്. സോ സ്നേഹ പോയിട്ട് വേണം മറ്റൊരു ക്ലയൻറ്റുമായിട്ട് സംസാരിച്ച് ഇത് പ്രോജക്റ്റ് നമ്മുടെ ഓഫീസിലേക്ക് തന്നെ കൊണ്ടുവരാൻ എന്ന് പറയുകയാണ്. സോ ഇത് കേൾക്കുമ്പോൾ സ്നേഹ ഓട്ടോമാറ്റിക്കലി ഭയങ്കര ഹാപ്പിയാവും. അവൾ ആ ഒരു കാര്യം ഏറ്റെടുക്കുകയാണ്. പക്ഷേ അവൾ ആ ഹോട്ടലിൽ പോയി ആ ക്ലയൻറ്റുമായിട്ട് സംസാരിക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നു അയാൾക്ക് വേണ്ടത് ഇവളുടെ ശരീരമാണ് എന്നുള്ളത്. സോ ആ കാര്യം നമ്മുടെ സിഇഒയോട് പറയുമ്പോൾ അയാൾ പറയുന്നു നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറയുന്നു. പക്ഷെ നമ്മുടെ സ്നേഹ സമ്മതിക്കുന്നില്ല. പക്ഷേ അവളുടെ അച്ഛനെ കൈക്കൂലി കേസിൽ അകത്താക്കും, അയാളെ നാണം കെടുത്തും, ആത്മഹത്യയുടെ വക്കിലെത്തിക്കും എന്നൊക്കെ ഇവൻ ഭീഷണിപ്പെടുത്തുന്നു. ആ സമയത്ത് അവൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാതാകുകയും അവൾ തിരിച്ച് അവൻ്റെ മുറിയിലേക്ക് പോവുകയും ചെയ്യുന്നു. സോ പിന്നീട് തിരിച്ച് ഓഫീസിൽ വരുമ്പോൾ ഹീറോ അവളുടെ അടുത്ത് പറയുന്നു ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്തായാലും നീ ഇനി മുന്നോട്ടും ചെയ്യേണ്ട വരുമെന്ന്. പക്ഷേ അവൾ റിസൈൻ ചെയ്യാനായിരുന്നു വന്നിരുന്നത്. ബട്ട് അവളുടെ വീഡിയോസ് എല്ലാം ഇവൻ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ സിഇഒ അവളെയും കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോയി ഫ്രണ്ട്സുമായി അവളെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ്. മാനസികമായിട്ട് വല്ലാതെ തകർന്നു പോകുന്നുണ്ട് സ്നേഹ. പിന്നീട് അവൾ വളരെ ഡ്രഗ് അഡിക്റ്റ് ആവുന്നുണ്ട്. അവളെ അയാൾ നല്ലപോലെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ടോർച്ചർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവളുടെ ഫോൺ എടുത്ത് അവളുടെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന 2 പേരെയും കൂടെ അവൾ അറിയാതെ തന്നെ മെസ്സേജ് ചെയ്ത് വരുത്തുകയും അവരെ ഈ ഒരു ട്രാപ്പിൽ പെടുത്തുകയും ചെയ്യുന്നത്. പിന്നീട് ആ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സ്നേഹയ്ക്ക് ഭയങ്കര ഷോക്കായി പോന്നു. അങ്ങനെ ഇരിക്കെ ഇവർക്ക് വന്നൊരു പ്രോജക്റ്റ് ഇവരുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകുന്നുണ്ട്. സോ ആ പ്രോജക്റ്റ് കിട്ടിയത് നമ്മുടെ ഹീറോയിൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലാണ്. സോ ആ പ്രോജക്റ്റ് ആ കമ്പനിക്ക് കൊടുത്തതും നമ്മുടെ ഹീറോയിനാണ്. സോ ആ ഹീറോയിനെ എങ്ങനെയെങ്കിലും നമ്മുടെ ഓഫീസിലേക്ക് കൊണ്ടുവരണം എന്ന് സിഇഒ സ്നേഹയുടെ അടുത്ത് പറയുകയാണ്. അതിനുവേണ്ടിയാണ് സ്നേഹ ആക്ച്വലി അന്ന് ബർത്ത്ഡേ ആണ്, നീ വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോയിനെ വിളിപ്പിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഹീറോയിന് ഭയങ്കര വിഷമാവുന്നുണ്ട്. സോ താൻ കാണാൻ 2 കുട്ടികൾ ആത്മഹത്യ ചെയ്തു, തൻ്റെ ജീവിതം ഇതായിപ്പോയി എന്നൊക്കെ ആലോചിച്ചിട്ടാണ് അന്ന് സ്നേഹ ആക്ച്വലി മരണപ്പെടുന്നത്. സോ അന്ന് നമ്മുടെ സക്കീർ ഒരു ഹാക്കറാണല്ലോ, അവൻ സ്നേഹയുടെ ഫോൺ ഹാക്ക് ചെയ്തപ്പോഴാണ് കുറച്ച് മെസ്സേജസുകൾ കണ്ടിട്ടുള്ള ഡൗട്ട് കാരണമാണ് ആദ്യം അവൻ അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. പക്ഷെ അതൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ടും അവനെ ചതിക്കുവാണ് എന്ന് പിന്നീട് വിളിച്ചിട്ട് നീ എത്രയും വേഗം നമ്മുടെ ഈ സിഇഒ ഉള്ള ഓഫീസിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് പറയുകയാണ്. സോ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട്. സോ അവിടെ ജോയിൻ ചെയ്യുന്ന ബെസ്റ്റ് ഫ്രണ്ട് മനസ്സിലാവുന്നുണ്ട് അവിടെയുള്ള ഫീമെയിൽ വർക്കേഴ്സ് ആരും അത്ര ഹാപ്പി അല്ല, അവർക്കൊക്കെ നല്ല സാലറിയും ഇൻസെൻറ്റീവ്സും എല്ലാം ഉണ്ട്, ബട്ട് സ്റ്റിൽ ദേ ആർ നോട്ട് ഹാപ്പി എന്ന കാര്യം അവൾ നമ്മുടെ ഹീറോയുടെ അടുത്ത് പറയുന്നു. അതുമാത്രമല്ല നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഒരു മെമ്പറായിരുന്നു. സോ പുള്ളി നമ്മുടെ ആ ഒരു വില്ലനില്ലേ, നമ്മുടെ ആ ഒരു ഓഫീസിൻ്റെ സിഇഒ, അയാളുടെ കമ്പനി ഉണ്ടാക്കിയ പൊല്യൂഷനെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. സോ അതിനെതിരായും പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ജോലി ഹീറോയിൻ നിരസിച്ചില്ലേ, ആ 2 ദേഷ്യം കാരണമാണ് അന്ന് ആ സിഇഒയും ഫ്രണ്ട്സും കള്ളന്മാരുടെ വേഷത്തിൽ അവിടെ വന്ന് ഹീറോയിനെ റേപ്പ് ചെയ്തത്. ബട്ട് അന്ന് ആ സെയിം ഡേറ്റ് തന്നെ നമ്മുടെ ഒറിജിനൽ റോബേഴ്സും അന്ന് അവിടെ വന്ന് സ്വർണം കവർച്ച ചെയ്തിരുന്നു. സോ അതുകൊണ്ടാണ് ഈ ഹീറോയിനും എല്ലാവരും വിചാരിച്ചത് ആ ഒരു മർഡർ ആൻഡ് റോബറി ചെയ്തവർ തന്നെയാണ് ഇവരെ റേപ്പ് ചെയ്തതെന്ന്.
പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അടുത്ത് വരുമ്പോൾ ഹീറോ അറിയുന്നു തന്നെ ഈ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയാണെന്ന്. ബട്ട് അവിടെ ഒരു മാഡം ഈ ഹീറോയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഇത്രയും കഷ്ടപ്പെട്ട് മേടിച്ച ജോലിയായിട്ടും എന്തുകൊണ്ടാണ് നീ ഞങ്ങൾ ചോദിച്ചതിനെതിരെയായിട്ട് ഒന്നും സംസാരിക്കാതിരുന്നതെന്ന്. കാരണം അവൻ പറയുന്നു, എൻ്റെ കയ്യിൽ പവർ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് നീതിക്കെതിരെ ഒത്തിരി പോരാടാനായിട്ട് സാധിക്കുന്നില്ല. ബട്ട് ഏതൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അത് നിങ്ങളുടെ മോളാണെങ്കിലും ഞാൻ അവർക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന ഹെൽപ്പ് ചെയ്യും. പിന്നീട് ബെസ്റ്റ് ഫ്രണ്ട് സിഇഒയുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യാനായിട്ട് നോക്കുകയാണ്. കാരണം അതിനകത്താണല്ലോ പെൺകുട്ടികളുടെ വീഡിയോസൊക്കെ ഉള്ളത്. സോ സിഇഒ പുറത്ത് പോകുന്ന സമയത്ത് ബെസ്റ്റ് ഫ്രണ്ട് ആ റൂമിൽ കയറി പെൻഡ്രൈവ് കുത്തി എല്ലാ സാധനങ്ങളും മൂവ് ചെയ്തെടുക്കുന്നുണ്ട്. ബട്ട് നമ്മുടെ സിഇഒ തൻ്റെ ഫോണിൽ കൂടെ ഈ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു. CCTV ക്യാമറ കണക്റ്റഡ് ആയിരുന്നു. സോ ആ ബെസ്റ്റ് ഫ്രണ്ട് രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് ഇതൊന്നും അറിയാത്ത പോലെ സിഇഒ അവളെ വിളിച്ചിട്ട് നമുക്ക് ഒരിടം വരെ പോകാമെന്നും പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. സോ പിന്നീട് ഹീറോ ഈ ബെസ്റ്റ് ഫ്രണ്ടിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊന്നും ഇവൾ അവൈലബിൾ ആയിരുന്നില്ല. സോ എന്തോ അപകടമാണ് നമുക്ക് ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഹീറോ ഓഫീസിലേക്ക് വന്നിട്ട് തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫോൺ ഹാക്ക് ചെയ്ത് ലൊക്കേഷൻ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാനുള്ള പരിപാടികളെല്ലാം സക്കീൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഈ ടൈമിലാണ് നമ്മുടെ ഹീറോയെ അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥൻ വിളിക്കുന്നത്. നീ പെട്ടെന്ന് ഓഫീസിലേക്ക് വരണമെന്ന് പറയുന്നു. പക്ഷേ ഹീറോ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറയുമ്പം ഒത്തിരി പെൺകുട്ടികളുടെ ജീവൻ നഷ്ടമായി പോവും നീ ഇപ്പോൾ വന്നില്ലെങ്കിലെന്ന് പറയും. കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയ ഹീറോ പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഹീറോയിനും ഹീറോയിൻ്റെ അച്ഛനും നമ്മുടെ ഹീറോയ്ക്ക് ഇൻവെസ്റ്റിഗേഷൻ ടീമിലുണ്ടായിരുന്ന ലേഡിയും അവിടെയുണ്ട്. സോ മേലുദ്യോഗസ്ഥൻ ആ ലേഡിയുടെ നിന്ന് ഫോൺ മേടിച്ച് ഒരു വീഡിയോ നമ്മുടെ ഹീറോയെ കാണിക്കുകയാണ്. ആ വീഡിയോയിൽ ആക്ച്വലി നമ്മുടെ ഹീറോയിൻ്റെ അമ്മയെ റേപ്പ് ചെയ്യുന്ന ഒരു സീനാണ്. സോ ഈ സീൻ കണ്ടു കഴിയുമ്പോഴത്തേനും നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കരമായി ദേഷ്യം വരുന്നു. സ്വന്തം അമ്മയെ റേപ്പ് ചെയ്ത വീഡിയോ ആണ് നമ്മുടെ ഹീറോയിൻ കണ്ടിരിക്കുന്നത്. സോ ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യുകയും ഇവരെ ഭീഷണിപ്പെടുത്താൻ വീണ്ടും ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഹീറോയ്ക്ക് ഇത് സഹിക്കാൻ പറ്റില്ല. അയാൾ അപ്പം തന്നെ നമ്മുടെ ഹീറോയിനെയും വിളിച്ച് സ്വന്തം സ്റ്റേഷനിൽ പോയി ലോക്കറിൽ വെച്ചിരിക്കുന്ന തോക്കുമായിട്ട് വരും. കാരണം അവനെ കൊല്ലുക എന്നുള്ളതാണ് നമ്മുടെ ഹീറോയുടെ ഉദ്ദേശം. സക്കീറിനെ വിളിച്ച് സിഇഒയുടെ ലൊക്കേഷൻ ഹാക്ക് ചെയ്യുന്നു. കൂടാതെ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൻ്റെ ട്രാപ്പിലാണല്ലോ, അവൾക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല, അവൾ ആര് പറഞ്ഞിട്ട് വന്നതാണെന്ന അന്വേഷണത്തിലാണ് സിഇഒ. സോ അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വെളിയിലോട്ടിറങ്ങി ഓടുന്ന സമയത്താണ് ഹീറോയിനും കാറിൽ അവിടേക്ക് വരുന്നത്. സോ രണ്ടുപേരെയും കാറിൽ സുരക്ഷിതമായി ഇരുത്തിയിട്ട് നമ്മുടെ ഹീറോ ആ വില്ലനെ ശരിക്ക് പഞ്ഞിക്കിടുന്നുണ്ട്. അതിനുശേഷം ഹീറോയിനെ വിളിച്ചിറക്കി തോക്ക് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് നമ്മുടെ സിഇഒയെ വെടിവെച്ച് കൊല്ലാനായിട്ട് പറയുകയാണ്. അവളൊന്നും ആലോചിക്കാതെ ആ തോക്ക് മേടിച്ച് അവനെ വെടിവെച്ച് കൊല്ലും. അവളുടെ ദേഷ്യം, അവളുടെ അമ്മ പോയ വിഷമം എല്ലാം അവൾ അവിടെ തീർക്കുന്നുണ്ട്. അവൾ അങ്ങനെ അവിടെ ഇരുന്ന് ഗ്രീവ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അവൾ റിലാക്സ്ഡ് ആവുന്നു. ആ സമയം നമ്മുടെ ഹീറോ വന്ന് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുന്നു, വിൽ യു മാരി മീ? കാരണം രണ്ടുപേരുടെയും ഇടയിൽ സ്റ്റാർട്ടിങ് മുതലേ ഒരു ചെറിയ സ്പാർക്കും ഒരു സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നും ആലോചിക്കാതെ അവൾ എസ് പറയുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ മേലുദ്യോഗസ്ഥനും ഈ ഹീറോയ്ക്കെതിരെ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുണ്ടായിരുന്ന ആ ലേഡിയും സംസാരിക്കുന്നതാണ്. അപ്പോൾ ആ മേലുദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, നമ്മുടെ ഹീറോയിൻ എന്തായാലും അവനെ കൊല്ലാനുള്ള അവകാശമുണ്ട്. കാരണം ആ വില്ലൻ നമ്മുടെ ഹീറോയിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. സോ സെൽഫ് ഡിഫെൻസ് എന്ന രീതിയിൽ തീർച്ചയായിട്ടും IPC സെക്ഷൻ പ്രകാരം അവൾക്കെതിരെ കേസെടുക്കാൻ സാധിക്കില്ല. അവൾ അവളുടെ ജീവനും മാനത്തിനും വേണ്ടിയാണ് അവനെ കൊന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആ മൈനറിനെ കൊലപ്പെടുത്തിയ കേസിൽ നമ്മുടെ ഹീറോയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയായിരുന്നല്ലോ. സോ അതും ഇൻവാലിഡ് ആണെന്ന് ആ ലേഡി പറയുകയാണ്. ആ ലേഡി മെമ്പർ പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കൂടുതൽ ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് മനസ്സിലാക്കുന്നു നമ്മുടെ ഹീറോയ്ക്ക് യാതൊരുവിധ ഇൻവോൾവ്മെൻറ്റും ഈ കേസില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ എല്ലാം അവസാനമായപ്പോഴത്തേനും കലങ്ങി തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന റേപ്പും അതുപോലെ ഉള്ള എല്ലാ അതിക്രമങ്ങൾക്കുമെതിരെ പ്രതികരിക്കണം, അതുപോലെ അതിന് നിയമം നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ സിനിമയുടെ അവസാനിക്കുന്നത്. സോ ഗൈസ്, എൻ്റെ ഭാഗത്ത് എഡിറ്റിങ്ങിലും റെക്കോർഡിങ്ങിലും ഒക്കെ ഒത്തിരി ഭാഗപ്പിഴകൾ വന്നിട്ടുണ്ട് എന്നെനിക്കറിയാം. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും എനിക്ക് ആവശ്യമുണ്ട്. തെറ്റുകൾ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം. എൻ്റെ വീഡിയോ പറ്റിയുള്ള കമൻറ്റുകളും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് വളരെ വാല്യുബിളാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.